ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. റംസാനിലെ 10ാമത്തെ ഇഫ്താർ വിശേഷമാണ് വീഡിയോയിൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇന്ന് കുറച്ച് ബിസിയുള്ള ഒരു ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പള്ളിയിൽ ഉസ്താദ്മാർക്ക് നമ്മളെ വീട്ടിൽ നിന്നാണ് ഇന്ന് നോമ്പ് തുറക്കാനുള്ള ഫുഡ് കൊണ്ട് പോകേണ്ടത്. അതുകൊണ്ട് ഇന്ന് കുറച്ച് ബിസിയാണ്. ബിസി എന്ന് പറയാനുള്ള ഇതൊന്നുമില്ല, എന്നാലും കുറച്ച് ബിസിയാണ്. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഉസ്താദിന് കുറച്ച് നിബന്ധനയൊക്കെ ഉണ്ട്. എന്താ പറയുക, ഫ്രൈ ചെയ്ത കടി കഴിക്കൂല, ഇഫ്താറിന് ഫ്രൈ ചെയ്ത കടിയൊന്നും കഴിക്കൂല. അതുപോലെ തന്നെ നമ്മളെ ഒറോട്ടിയെ പറ്റൂ, അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ സ്നാക്കിന് വേണ്ടിയിട്ട് ഇന്ന് കല്ലുമ്മക്കായാണ് ഉണ്ടാക്കുന്നത്. ഫ്രൈ ചെയ്ത ഒരു കടിയും ഉസ്താദ് കഴിക്കൂല, അതാണ്. അപ്പോൾ കല്ലുമ്മക്കായി ഒരു ഉച്ചക്ക് തന്നെ ഞാൻ ഉണ്ടാക്കി കിട്ടുമ്പാട് ക്ലീനാക്കിയിട്ട് അതൊക്കെ ഇങ്ങനെ നിറച്ചിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു 4 മണി സമയം അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. കല്ലുമ്മക്കായി എന്താ പറയുക ഉണ്ടാക്കുന്നതും നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നതൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെപ്പറ്റിയൊന്നും ഞാൻ കൂടുതൽ പറയാത്ത. അങ്ങനെ കല്ലുമ്മക്കായി ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ട് 2 പാൻ വെച്ചിട്ടുണ്ട്. എന്നാൽ ഫ്രൈ ചെയ്തെടുക്കാനാണെന്നുള്ളതിൻ്റെ അകത്ത് ഓയിൽ ഒഴിച്ചെടുത്ത് അതിലിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇങ്ങനെ മുളക് ഉപ്പും തേച്ച കല്ലുമ്മക്കായി നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ഒന്ന് ചുച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കലാണ്. അതിന് വലിയ കുറേ ഫുഡൊന്നും വേണ്ടെങ്കിലും അതുമാരെ ഭക്ഷണം എന്ന് പറയുമ്പോൾ അത് റംസാനാണെങ്കിലും അല്ലെങ്കിലും എന്തായാലും അന്ന് മൊത്തത്തിൽ നമ്മളൊരു ബിസി ആയിരിക്കും. എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ വീട്ടിലുള്ള ആൾ കഴിക്കുന്ന പോലെയല്ലല്ലോ. അവരുടെ ടൈം ആകുമ്പോൾ ഫുഡ് എടുക്കാൻ വരും. ആ ടൈം ആകുമ്പോഴൊക്കെ എല്ലാം ക്ലിയർ ആകണം, ഫുഡും കാര്യങ്ങളൊക്കെ ക്ലിയർ ആകണം. അതുകൊണ്ട് അന്നത്തെ ദിവസം അതിപ്പോൾ ഇന്ന് റംസാൻ ആയതുകൊണ്ട് റംസാൻ അല്ലാത്ത ഡേ ഇങ്ങനെ നമുക്ക് ഉസ്താദിൻ്റെ ഭക്ഷണം കൊടുക്കേണ്ട ദിവസം അന്നും നാളെയാണ് ഭക്ഷണം നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ആ സമയം മുതൽ മനസ്സിലൊരാദ്യമായിരിക്കും കേട്ടോ. അത് കഴിയുന്നവരെ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ കല്ലുമ്മക്കായൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കായ്പോള ഉണ്ടാക്കലാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഉസ്താദിന് ഫ്രൈ ചെയ്ത കടിയൊന്നും പറ്റില്ല. ഓവർ കടിയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എന്താണെന്ന് വിചാരിച്ചാൽ പള്ളിയിൽ എല്ലാ വീടുകളിൽ ഇഫ്താറിനുള്ള സ്നാക്ക് കൊണ്ടുപോകും. അപ്പോൾ അവിടെയും സ്നാക്കൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് കുറച്ച് സ്നാക്കുകൾ എണ്ണയില്ലാത്ത സ്നാക്ക് തന്നെയെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പഴം വാട്ടാനിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാരയും മുട്ട അടിച്ചെടുത്തിട്ട് ലാസ്റ്റ് കുറച്ച് പാൽപ്പൊടി ഇട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് പഴം വാടി വന്നപ്പോൾ അതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടിയിലൊരു പഴം പോയിട്ടുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ ഏതെങ്കിലും അടപ്പ് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അതുപോലെയല്ല കായ്പോലെ ഉണ്ടാക്കുന്നത്, കായ് ഫ്രൈ ചെയ്തിട്ട് ഞാനിപ്പോൾ കാണിച്ച പോലെ പഴം വാട്ടാണ്ട് എന്താ പറയുക എണ്ണയിലിട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ട് അത് ബീറ്റ് ചെയ്ത മുട്ടൻ്റെ അകത്ത് ഒന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് അത് ഒരു പാനിൽ വെച്ച് കൊടുത്തിട്ട് അങ്ങനെയും കായ്പോള ഉണ്ടാക്കും. പക്ഷെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് അധികം ഉണ്ടാക്കാറ്. എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാൻ നിൽക്കില്ല. നമ്മൾ ഉണ്ടാക്കുന്ന പാനിൽ തന്നെ പഴം ഇട്ടെടുക്കും, എണ്ണ വെച്ചിട്ട് പഴം ഇട്ടെടുക്കും. എന്നിട്ട് അതൊന്ന് വാടി വന്നാൽ നമ്മൾ എത്ര മുട്ടയാണോ ഇതാക്കുന്നത് ആ മുട്ടയിൽ കുറച്ച് പഞ്ചസാരയും പാൽപ്പൊടിയും ഇട്ട് അടിച്ചിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കും. അതിപ്പോൾ ഒന്ന് കുറച്ച് കുക്കായി വന്നപ്പോൾ അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കായ്പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ ടൈം തന്നെ ഞാനിവിടെ ചിക്കൻ കറി ഉണ്ടാക്കലാണ്. ചിക്കൻ കറി കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. എന്താണെന്ന് വിചാരിച്ചാൽ ഇവർക്ക് അത്താഴത്തിനും ഫുഡ് വേണം. അതുകൊണ്ട് കുറച്ചധികം തന്നെ ചിക്കൻ കറി ഒരുമിച്ച് ഉണ്ടാക്കലാണ്. അപ്പോൾ ഒരോട്ടിക്കുള്ള ചിക്കൻ കറിയിൽ തേങ്ങ അരച്ച് വയ്ക്കും. എന്നിട്ട് ബാക്കി മുളകിട്ടത് അത്താഴത്തിന് കൊടുക്കാനുള്ളതിൻ്റെ അകത്താണ് കൊടുക്കുന്ന ഫുഡിൻ്റെ അകത്ത് കൊടുക്കാനുള്ളതിൻ്റെ അകത്താണ് കുറച്ചധികം ഉണ്ടാക്കുന്നത്. നോമ്പായതുകൊണ്ട് വേഗം ഉണ്ടാക്കി വെക്കലാണ്. അല്ലെങ്കിൽ നമ്മൾ അതാത് സമയമാണല്ലോ ഉണ്ടാക്കുക. ഇതിപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കൽ മാത്രമല്ല, നമ്മളെ ഇഫ്താറും അതുമെല്ലാം നോക്കണം. അതുപോലെ തന്നെ അവർ ഇഫ്താർ കഴിഞ്ഞാൽ മരുവിന് ശേഷം നമുക്ക് ക്ലീനിങ്ങും തറാവിയൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ കറിയൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കി വെക്കലാണ്. അങ്ങനെ കറിയുടെ വിസിലടിക്കാൻ ഒരു 2-3 വിസിലടിക്കണം ചിക്കനല്ലേ. അതങ്ങനെ അവിടെ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ആ ടൈം തന്നെ ഞാൻ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. അവർ വന്നാൽ അപ്പോൾ അവിടെ എടുത്ത് കൊടുക്കാമെന്നുള്ളതിൻ്റെ അകത്താണ് എല്ലാം
ഒന്ന് മുറിച്ചിട്ടിട്ട് എല്ലാം ഒന്ന് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. കുറേ ഫ്രൂട്ട്സ് ഒന്നും ഇല്ല കേട്ടോ, ബത്തക്കും ആപ്പിളും അതുപോലെ തന്നെ മുന്തിരിയേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആ ടൈം ഞാനിന്ന് ഒറോട്ടി വിട്ടിരുന്നത്, ഒറോട്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് കറിയായിട്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. അങ്ങനെ ആ കറിയിൽ നിന്ന് കുറച്ച് കറി കോരി മാറ്റിയിട്ട് അതിൽ തേങ്ങ വറുത്തരച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇന്ന ടൈം ഞാൻ നേരത്തെ കുക്കറിൽ കുറച്ച് ക്യാരറ്റ് വേവിച്ചിട്ടുണ്ട്. ഇത് അവർക്ക് കൊടുക്കാനുള്ള ജ്യൂസാണ്. അപ്പം അതിനകത്ത് കട്ടപ്പാലിട്ടിട്ട് പഞ്ചസാര ഇട്ടൊന്ന് അടിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റലാണ്. അങ്ങനെ അതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ കറിയെല്ലാം തിളച്ച് ഒക്കെ ആയിട്ടുണ്ട്. ഇത് നമ്മൾക്കുള്ള മുന്തിരി ജ്യൂസ് അടിച്ച് വെച്ചതാണ്. അവർക്ക് എത്രയാണോ ജ്യൂസ് വേണ്ടതെന്ന് അറിയില്ലല്ലോ, അപ്പോൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നാൽ നമുക്ക് മുന്തിരി അടിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവർ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർക്ക് കൊണ്ടുപോകാനുള്ള ഒറോട്ടിക്ക്, ഇഷ്ടന്മാർക്കുള്ള ഒറോട്ടിക്ക് ഗീ സാധാരണ സ്പൂൺ എടുത്തിട്ട് ഉണ്ടാക്കുന്നതിനെ തടവി വെക്കുക ചെയ്യുക. പക്ഷേ ഇതിനകത്ത് ഇറക്കായതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് ഗീ ഒഴിച്ചിട്ട് ഒറോട്ടിയൊക്കെ ഒന്ന് മുക്കിയെടുത്തിട്ട് പെട്ടെന്ന് പണി തീർക്കലാണ്. അങ്ങനെ ചെയ്താലും മറ്റേ സ്പൂൺ കൊണ്ട് ചെയ്താൽ അത് ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കല്ലുമ്മക്കായ് എല്ലാം പാത്രത്തിൽ ഓരോന്ന് അതാത് പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കല്ലുമ്മക്കായൻ്റെ മേലിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് കായ്പോലെ ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുഡെല്ലാം റെഡിയായി. ഒരു 5:50 ആ ടൈമിലൊക്കെ അവർ വരും കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ജ്യൂസ് ഒഴിച്ച് കൊടുക്കലാണ്. ജ്യൂസിനുള്ള പാത്രം ഇങ്ങനെയുള്ള പാത്രമാണ് കേട്ടോ അവർ കൊണ്ടുവന്നത്. അപ്പോൾ ജ്യൂസും ഇതാക്കി. പിന്നെ കട്ടൻ ചായയാണ്, പാൽ ചായ വേണ്ടാന്ന് തോന്നുന്നു, കട്ടൻ ചായയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് അവർ ഇഫ്താറിനും അതുപോലെ തന്നെ തറാവിയൊക്കെ മുമ്പുള്ള ഫുഡാണ് അവരിപ്പോൾ കൊണ്ടുപോയത്. അതിനുശേഷം നമ്മൾ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ബാങ്കിനായിട്ട് പതിപോലെ വെയിറ്റ് ചെയ്യലാണ്. നമ്മൾ സാധാരണ സെറ്റ് ചെയ്യുന്നതിനെപ്പറ്റി കുറച്ച് കൂടുതൽ നേരത്തെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വിചാരിച്ചാൽ അവരൊരു 5:50 ഫുഡ് എടുത്ത് പോയിട്ടുണ്ട്. അതിനുശേഷം അപ്പാട് നമ്മൾ ഫുഡ് എടുത്ത് വെച്ച് അങ്ങനെ ബാങ്ക് വിളിക്കലും നോമ്പ് കുറിക്കലും നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കലാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് പതിപോലെ എന്താ പറയുക ക്ലീനിങ്ങും തറാവി നമസ്കാരമൊക്കെ കഴിയുമ്പോഴേക്ക് അവർ അത്താഴത്തിൻ്റെ ഫുഡ് എടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത്താഴത്തിന് 3 ആൾക്കാണ് കേട്ടോ ഫുഡ് വേണ്ടത്. പക്ഷേ 2 പാത്രമുള്ള ചോറിൻ്റെ 2 പാത്രത്തിലും 3 ആളെ ചോറ് വിളമ്പിയിട്ടുണ്ട്. അതുപോലെ തന്നെ കറിയും ചിക്കൻ ഫ്രൈയും അച്ചാറാണ് അത്താഴത്തിന് കൊണ്ടുപോയത്. നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇന്ന് നമ്മളെ മഗ്‌രിബിൻ്റെ നോമ്പ് മുറിക്കുന്ന ടൈം നല്ല മഴ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ തന്നെ കറണ്ടും പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ അത്താഴം എടുക്കാൻ വന്ന ടൈമിൽ നിങ്ങൾ ആ കുറവ് നിങ്ങൾക്ക് ആ സ്ക്രീനിൽ മനസ്സിലായെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അത്താഴമൊക്കെ കൊടുത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്നാക്കും ജ്യൂസൊക്കെ കുടിച്ച് നമ്മളെ വീഡിയോ ഇന്നോടെ വൈൻഡപ്പ് ചെയ്യാണ്. ടേക്ക് കെയർ, ബൈ ബൈ.